മക്കളും കാര്യങ്ങളും കേൾക്കാൻ വേണ്ടി അനവധി ദേവതമായി രേഖപ്പെടുത്തിയതായിട്ടുണ്ടെങ്കിലും അതിലുള്ള മാതാവായിട്ടുള്ള മനാശിക്ക് തിരുമുറകായിട്ടുള്ള സൗകര്യങ്ങളായിരിക്കണം എന്താ കാട്ടിടിയാണ് കിടച്ചിലായിട്ട് ശേഷിക്കുന്നില്ലേ അതിരിക്കുന്നില്ലേ അയോധ്യക്ക് മണിമാളികളെ നിർമ്മിച്ച് നേത്രബോധം ഒരുപാട് വളരെ ശുദ്ധമായിട്ടും കൃത്യമായിട്ടും ഭക്തിയോടുകൂടി നിർമ്മാണത്തോടും ആദരവോടുകൂടി ഒരു മനുഷ്യനെ കൊണ്ട് ഒറ്റ ഗുണത്തോടുകൂടി അതിന്റെ സായുജ്യം പോലെ ഗണപതി വായാറിന്റെ അനുഭവത്തിൽ വെച്ചവരെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട കാമധേന പോലെ ഞങ്ങൾ സമാധിക്കാം കണ്ടാടി സിദ്ധഭാഗാതെ ദീപം നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ
അമൃതവർഷിണിയം മാതൃമേഘം അവതാരം പൂണ്ടൊരു സ്നേഹഭാവം. അമൃതവർഷിണിയം മാതൃമേഘം അവതാരം പൂണ്ടൊരു സ്നേഹഭാവം. ജനിമൃതി ദുഃഖങ്ങൾ ഒഴിയാൻ ഞങ്ങളിൽ തിരുമിഴി ഒഴിയും വസന്തകാലം. അമ്മ വരദാന വാത്സല്യ പാരിജാതം. അമൃതവർഷിണിയം മാതൃമേഘം അവതാരം പൂണ്ടൊരു സ്നേഹഭാവം. ജനിമൃതി ദുഃഖങ്ങൾ ഒഴിയാൻ ഞങ്ങളിൽ തിരുമിഴിയൊഴിയും വസന്തകാലം. അമ്മ വരദാന വാത്സല്യ പാരിജാതം. പറയാതെ അറിയുന്ന പരിഭവങ്ങൾ കൊണ്ട് പകലുകൾ നെയ്യുന്ന തമ്പുരാട്ടി. പറയാതെ അറിയുന്ന പരിഭവങ്ങൾ കൊണ്ട് പകലുകൾ നെയ്യുന്ന തമ്പുരാട്ടി. 7 ജന്മങ്ങളെ കല്ലെറിഞ്ഞകറ്റി ഞാൻ ഏതൊരു വാതിൽക്കൽ വന്നാലും തരുമോ അഭയം തരുമോ? ആണിവാളും ചിലമ്പുമായി നീ വരുമോ? അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നറുതിങ്കൾ വിരിയുന്ന മധുരസ്മിതം കൊണ്ട് നിറപറവയ്ക്കുന്ന വിശ്വലക്ഷ്മി. നറുതിങ്കൾ വിരിയുന്ന മധുരസ്മിതം കൊണ്ട് നിറപറവയ്ക്കുന്ന വിശ്വലക്ഷ്മി. പാപത്തിനാണികൾ പാലയിൽ തറച്ചു ഞാൻ പാവനം തൃക്കാൽക്കൽ വീഴുമ്പോൾ തരുമോ മോക്ഷം തരുമോ? ഗുരുതീലമൃദുമായി നീ വരുമോ? അമൃതവർഷിണിയം മാതൃമേഘം അവതാരം പൂണ്ടൊരു സ്നേഹഭാവം. ജനിമൃതി ദുഃഖങ്ങൾ ഒഴിയാൻ ഞങ്ങളിൽ തിരുമിഴിയൊഴിയും വസന്തകാലം. അമ്മ വരദാന വാത്സല്യ പാരിജാതം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. കുട്ടിക്കിടാങ്ങളായിരിക്കണം നിങ്ങളൊക്കെ ഇടനാൾക്ക് അധ്വാനം ചെയ്ത് അമ്മേനെ പ്രത്യക്ഷമാക്കിയല്ലോ. മഹിതം പറഞ്ഞൊരു ശാഖ പോലെ പ്രസമില്ലാതെ ജീവിക്കാനുള്ള കഴിവും കരുത്തും ഭാഗ്യവും അമ്മ ഗുണംപരത്തവരെ അടുത്തതലിയും സഞ്ചരിയും ഉള്ളവരുങ്ങളെ നമ്മെ കൂടിക്കൊണ്ടു ഇനിയും കാണുവോളം ഉള്ളതോടെ ചിന്തിക്കുവാനുള്ള അവസ്ഥ പറയുന്നത് കേട്ടോ. പാലിച്ച് കണ്ടു വെക്കുന്നുണ്ട്. ഭക്തി കൊണ്ടല്ലേ കർമ്മം ചെയ്യാൻ സാധിക്കുള്ളൂ. വിട്ട് ഭയവരുത്താതെ കാത്തേക്ഷിക്കാൻ രക്ഷിക്കുന്നുണ്ട്. നിങ്ങളെ രക്ഷിക്കും. വിഷമം നാം വരുത്തൂല. ബാക്കി വഴി നമുക്ക് പറയാം.
ആദ്യത്തെ താരാണ് അമ്മ തന്നെയല്ലേ? തിരുമുഖം നിറത്തിയിരിക്കുന്ന ആൾക്കാർ അധികമൊന്നും ചെയ്യില്ല കേട്ടോ. അടിച്ചടിക്ക് അടിച്ചാൽ പൊടുക്കും. എന്റെതാ നഷ്ടപ്പെടുവാന്ന് എനിക്കറിയാം. കിട്ടില്ല ജന്മാധികാരിക്കും എൻ്റെ കൊടുക്കും. ജന്മാധികാരിക്കാർക്ക് കാര്യങ്ങളൊക്കെ ഇത് വരും. മിത്രവേദമില്ല. എനിക്ക് കുറുതൊടാൻ അല്ലേ? ഞാനുണ്ട് ഇവിടെ. ഞങ്ങൾ എന്നിരിക്കുന്ന ദിവ്യാരൂപത്തെ കൂടി കണ്ടു. സന്തോഷമായി. ഏവരോടും ഞങ്ങളെ കണ്ട് നിങ്ങൾക്ക് മതിയെന്ന്, നിങ്ങളെ കണ്ട് ഞങ്ങൾക്ക് മതിയെന്ന് രണ്ട് അവസ്ഥയില്ല. ആരുടെ സ്ഥായിഭാവമായിരിക്കുന്ന വീരയാമുണ്ണിയിരിക്കുന്ന ദേവസങ്കേതത്തിനകത്ത് കലാമൂടി സംവിധാനത്തിനകത്ത് കൽപ്പിച്ചിരിക്കുന്ന ഫലം പോലും ഇവിടെ കണ്ടുവല്ലോ. സുന്ദരിനെ ഞാൻ കാണുന്നു. വിത്ത് ഇട്ടത് കണ്ടം മാറിപ്പോയില്ലോന്ന് പിന്നെ ഒരു ചോദ്യം മാതാവ് നല്ല വൃത്തിയുണ്ട് എന്നാണ് പറയുന്നു.
സുന്ദരി വിത്ത് മാറിയിട്ട് കണ്ടം മാറി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നോടനെ ചോദിക്കണം നബിയോട് കലവറിഞ്ഞല്ലേ സത്യം വരൂടുന്ന ഞാൻ ചോദിക്കട്ടെ അച്ഛേ ഞാൻ ഇപ്പൊ ഒന്ന് ശോഭക്ക് പിന്നെ കാണുന്നു. അപ്പൊ ശോഭക്ക് വണ്ണുണ്ടോ? ശോഭക്ക് വണ്ണുണ്ടോ? ഞാൻ ഈ സമയത്ത് ഈ ശോഭയല്ലേ ഉണ്ടായില്ലേ? ഇപ്പൊ ശോഭക്ക് വണ്ണുണ്ടോ? അതെന്റെ കൂടിശേഷത്തെ ഇപ്പോഴൊക്കെ പ്രതിഫലം ഞാൻ ചോദിച്ചാൽ അയാൾ വന്നു അത് ആഴ്ചയോട് ഇരിക്കുന്നു. ഞാൻ പറയും ചോദിക്കുന്നതാണ്. നല്ല ഭംഗിയായിട്ടില്ലേ? കണ്ണാടിക്ക് കല വീണാൽ അവനവന്റെ മുഖം പോലും വികൃതമാകില്ലേ? കണ്ണാടിക്കല്ല ഇത് അവനവന്റെ മുഖത്തിലാണ് വികൃതം വീണത്. ഞാനിപ്പം കാണുമ്പോൾ എന്റെ മുഖത്തിലാണ് വികൃതം വീണത്. ഞാനത് കണ്ണാടി പിടിക്കാൻ വേണ്ടി അവനത് പോട്ടെ. നിറമസല്ലാപം ചെയ്യുന്നതാണ് എൻ്റെ കാറ്റിൽ. അതൊരു പ്രധാന ദേവനാണ്. കണ്ടില്ലേ? സത്യത്തിന്റെ വഴിയുടെ നാഥനാണ്. അതുകൊണ്ട് അടിച്ചു തെളിയും സന്ധ്യവും വെച്ച് നിത്യവും പ്രാർത്ഥിച്ചോ. അപൂർവമായിട്ട് നാലമൂല്യത്തിരിക്കുന്ന പുഞ്ചഭൂമിയിൽ നിന്ന് കണ്ടിരിക്കുന്ന ഈ ബന്ധം അറ്റുപോകാതിരിക്കും കേട്ടോ. അടിച്ചു തെളിച്ച് പ്രാർത്ഥിക്കുക, സരസ്വതിയെ സ്നേഹിക്കുക. ഇനിയും ഈ സ്ഥലത്ത് വെച്ച് അനവധിയായിട്ട് കാണാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാലും മനസ്സുകൊണ്ട് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രത്യക്ഷമാവാം കേട്ടോ. ജീവിക്കാൻ തന്നൊരു അപൂർവമായിരിക്കും എട്ടില്ലമെന്നൊരു സ്വർണ്ണപെട്ടകത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന നിധികുംഭം പരമശിവന്റെ സത്യത്തിന് വേണ്ടിയിട്ട് അവതാരം ചെയ്തതാണ്. ഇങ്ങനെ ഇതെല്ലാവർക്കും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും മനസ്സിൻ്റെ വികാസം കൊണ്ടിന്ന് ചെയ്തു. വളരെ സന്തോഷമുണ്ട് എനിക്കും എൻ്റെ പൊന്മക്കൾക്കും. ഇനിയും പാരമ്പര്യത്തിൻ്റെ വഴിയുണ്ടാക്കി അന്ധകാരം വരുത്താതെ പൊറ്റിപ്പൊളിച്ചെടുക്കുക. അപൂർവ തേജസ്സോടുകൂടി ഇന്ന് ജ്വലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സത്യത്തിൻ്റെ മാറ്റ് ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. അടിച്ചു തെളിച്ച് സന്ധ്യല്ലേ പ്രാർത്ഥിച്ചു. വിശ്വസിക്കാൻ പറ്റുമോ ഈ അമ്മേനാന്ന് സംശയിക്കണ്ട. വിശ്വസിക്കാം. സൗന്ദര്യദേവതയായ ഞാൻ കൂടി ഉണ്ടാവാം. പട്ടിണി കിടക്കില്ല, കടല് കൊടുക്കില്ല, കാലിക്കില്ല. സുഖമല്ല ജീവിതം. കണ്ടിട്ടുണ്ട് ഭാഗ്യം. രക്ഷിക്കാൻ സ്വയം വെളിവിടും. രക്ഷിക്കാൻ മാതാ കാണുന്നത് മുഴുവനും സത്യമാണോ എന്ന് ചിന്തിക്കണം. എന്നോട് പറഞ്ഞ് പെരുമാറിക്കോ, കൈവിടില്ല. പാരായണം ചെയ്തോ. മിക്സി 441 441 5290 മൂന്നാം സമ്മാനം. മതി അവർ മതി. 4692 അഞ്ചാം സമ്മാനം 4692. അഞ്ചാം സമ്മാനം 4692 മൊബൈൽ ഫോൺ 4692. ആറാം സമ്മാനം സ്റ്റീൽമേശ 23 ഏഴാം സമ്മാനം 50 കിലോ അരി 100 നല്ലോണം ഉള്ളുന്നിടത്തല്ല ഉള്ളുന്നു അങ്ങനെ തന്നെ.
2204. 2204. 2204. 8 സമാനം 25 കിലോ അരി. 22 2204. ഒമ്പതാം സമാനം 25 കിലോ അരി 20 പത്താം സമാനം അയൺ ബോക്സ് 33 75. പതിനൊന്നാം സമാനം ക്ലാസ് ഓൾ 234. 234. 2 3 4. 2565. അടുത്ത സമാനം 25 65. സർപ്രൈസ് ഗിഫ്റ്റ് 25 65. 2766. അടുത്ത സർപ്രൈസ് ഗിഫ്റ്റ് 27 66. അവസാന സമ്മാനത്തിനുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. 56 17. ഈ നറുക്കെടുപ്പ് ഇവിടെ അവസാനമായി അറിയിക്കുകയാണ്. അമ്മയുടെ ധനം നിങ്ങളല്ലേ, നിങ്ങളുടെ ധനമാണ്. എങ്കിലും ഇത് കാണിക്ക പൊതുമര്യാദയായിരിക്കുമല്ലോ അല്ലേ, ഇവിടെ ആധാരമാണല്ലോ. എല്ലാവരോടും അമ്മേനെ കണ്ട് മതി എന്നൊരു അഭിപ്രായമുണ്ടോ? നിങ്ങളെ കണ്ട് എനിക്ക് മതി എന്നുള്ള അഭിപ്രായമില്ല. കണ്ടങ്ങിരിക്കാൻ അഗാധമല്ലേ. എന്നെ ഇവിടെ കെട്ടിപ്പറ്റാൻ പറ്റുമോ? ക്ഷണിച്ചു വന്നൊരു അതിഥി, അപൂർവമായിരിക്കും സർക്കാർ നിങ്ങൾ ചെയ്തു, ഞാൻ സ്വീകരിച്ചു കേട്ടോ. പഞ്ചസാര കൊണ്ട് തടം മാടി അതിൽ തേനൊഴിച്ചവർക്ക് അതിമധുരമായിരിക്കുന്ന ഭക്ഷണം തന്നു, സ്വീകരിച്ചു. നിങ്ങളും തൃപ്തി അടഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അല്ലേ? സത്യമല്ലേ എന്ന വാക്ക്? തൃപ്തിയോട് മറുപടി വേണം. അനവധി സംസാരമില്ലായിരുന്നു ഇനി കേട്ടോ. ദിവാകര ദിശാധരന്മാരായിരിക്കുന്ന അർക്കചന്ദ്രന്മാർ ഒരു ഭാഗേ ഉദിച്ച് മറുഭാഗെ അസ്തമിക്കും പ്രകാരത്തെങ്കിൽ, അസ്തമിക്കാതെ കോളമാണ് സൂര്യനെങ്കിലും അതല്ലേ അസ്തമാനം, ഇതല്ലേ നാളാന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഒരു ഭാഗെ ഉദിച്ച് മറുഭാഗെ അസ്തമിക്കും പ്രകാരത്തെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ് ഞാൻ തിരുമുഖത്തോട് തിരുമുടിയേറ്റി പടിഞ്ഞാറോട്ട് തിരുമുഖത്തോട് തിരുമുഖം കണ്ട് ഇനി വന്നവർക്ക് ഗുണം മരണം ധരിക്കുന്ന വിശേഷണം ചെയ്ത് നുറുക്കടയാളം എടുത്തു പൊരുത്തി. ഇനി മായയിലേക്ക് ലയിച്ച് എൻ്റെ കുഞ്ഞുമംഗലം തറവാടാധാരമായിട്ട് വീരജാമണ്യമ്മയുടെ അരികത്തേക്ക് പോകണം. കെട്ടിപ്പോറ്റാൻ പറ്റാതിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇവിടെ വന്നു. വന്നവരിരുന്നുവെന്നും ഇരുന്നവർ മുഷിഞ്ഞുവെന്നും എന്നോട് വിശേഷിച്ചില്ല എന്നും എൻ മുഖത്ത് നോക്കിയില്ല എന്നും എൻ പേരൊന്നും വേറെ ചൊല്ലിയില്ല എന്നും ആക്ഷേപമുണ്ടോ ആർക്കെങ്കിലും? ഇനി എൻ്റെ കൂട്ടായ്മയായിരിക്കുന്ന നിങ്ങൾക്ക് ആക്ഷേപമോ അപേക്ഷയോ യാതനയോ വേദനയോ അമ്മയോട് കേട്ടുകൽപ്പിക്കാനുണ്ടോ, ബോധിപ്പിക്കാനുണ്ടോ ഈ നീതിപീഠത്തോട്? മുൻപിനാൽ തമ്പുരാൻ ബന്ദ്രഗോപുലപ്പെട്ട് സ്ഥായിപ്രദേവത കളരിയാലോ തിരുമുറകാട്ടുമതി സോമേശ്വരി പാടിക്കുറ്റി വൈത്തൂർക്കറിയ കിഴൂശാസ്താവ് വഴിയാതകൻ മടിയക്ഷേത്രവാല പൊതുപാട് പെൺമിടുക്ക് കരിവിലക്ക് തെക്കേങ്കരിയാത്ത തൊട്ടുങ്കര മതി പുതിയവതി ഭദ്രാളി ഉച്ചട്ട കരുവാള കണ്ടകണ്ണം കുട്ടിസാത്തൻ വയനാട്ടൂലൻ വീരൻ കല്ലുരുട്ടി കീരുമാല പാലുകൂട്ടു നായനാറ്. അങ്ങനെ ഇരിക്കുന്ന 37 ദേവന്മാരിലും നിങ്ങൾ ഇഷ്ടപ്പെട്ടത് എന്നെയാണല്ലോ. അതുകൊണ്ട് ആ ഇഷ്ടം മാതാവോട് വയ്യാരം വിശേഷിക്കാനില്ല. കണ്ടു മതിയാവാതെ വിശ്വരൂപം ഇപ്പോഴും പ്രകൃതിയിലെ ലയിച്ചു പോകാം. ആർക്കും ഒരു ഭാരമല്ലാതെ കൂട്ടായ്മയോടുകൂടി ഒരു പരോപകാരത്തിൻ്റെ ലക്ഷ്യബോധത്തിൽ ഒരു നിമിഷം തോന്നിയിരിക്കുന്ന വാക്കാൽ ഇന്ന് നിങ്ങൾ അയോധ്യയ്ക്ക് സമമായിരിക്കുന്ന ഈ ദേവലോകം പണിതീർത്ത് എന്നീ എൻ്റെ പൊന്മക്കളെയും കാറ്റടിയാനും പ്രത്യക്ഷമാക്കിയത് പരമാർത്ഥം വരികൾ. നിങ്ങൾ ഓരോരോ അർത്ഥത്തിൻ്റെ സന്തതിക്കും തറവാട്ടിനും ഗുണത്തിനും ശരീരത്തിനും യാതൊരു അറ്റകുറ്റക്കേട് വരുത്താതെ ഈ മാതാവ് പോറ്റാം കേട്ടോ. ദിവസവും എങ്ങനെ എന്നെ കാണുമെന്നെനിക്കൊരു സംശയം വേണ്ട. വാരാർ നദിയിലെ ജലം പറ്റിയെന്നും നാം തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം പുറപ്പെട്ടെന്നും ഒരു കാലത്തും വരാതിരിക്കട്ടോ.
ആധുനിക രീതി ആർഭാടവും നിറഞ്ഞിരിക്കുന്ന, അതായത് അന്നജബന്ധം, മലനബന്ധം, ധോതീശബന്ധം, വിജ്ഞാനം, അർത്ഥബന്ധം, കൃതബന്ധം, ധർമ്മബന്ധം, അധർമ്മബന്ധം നിറഞ്ഞിരിക്കുന്ന ഖേദത്രയ ദ്രാവര കലി എന്നിരിക്കുന്ന യുഗത്തെങ്കിൽ 18 യുഗം കഴിഞ്ഞിരിക്കുന്ന കാലഘട്ട കലിക എന്നിരിക്കുന്ന യുഗം. അർക്കൻ ഭൂമി മുഴുവെടുത്തുകൊണ്ട് സർവ്വചരാചരങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളം പറ്റുന്നു, പ്രകൃതി വിഴക്കുന്നു, മാതൃകത്തെ, വിതൃകത്തെ, ബ്രഹ്മകത്തെ, ഗുരുകത്തെ, ലഘുത്വം, ഗുരുത്വം എല്ലാം നശിക്കുന്ന ഈ കാപാല യുഗത്തെങ്കിൽ 37 ദേവന്മാരുണ്ടായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടത് കുഞ്ഞുമാക്കത്തെ. ഇഷ്ടപ്പെട്ട ദേവതന പുഞ്ചഭൂമിയിൽ വെച്ച് കൂടിക്കൊണ്ടു. തൃപ്തിയായിനോ? സൗന്ദര്യദേവതയാണ്, സൗന്ദര്യത്തിൻ്റെ ഉടമയാണ് ഞാൻ. സൗന്ദര്യം കുറഞ്ഞു പോയിനോ? അത് മനസ്സിലെപ്പോഴും ഉണ്ടാവില്ലേ? അതിന് കമലബലമായിരിക്കുന്ന ഹൃദയം ശുദ്ധീകരിച്ച് ഭക്തി എന്നൊരു തൈലമൊഴിച്ച് ഭക്തി എന്നൊരു സായുജ്യത്തോടുകൂടി അമ്മേ എന്ന് ഒന്ന് വിളിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രത്യക്ഷമാവാ നിങ്ങളിൽ ഓരോരോ വിക്രികളിലും കേട്ടോ. സർവചരാചരങ്ങൾക്കും നാഥയായിരിക്കുന്ന പ്രകൃതീശ്വരി മാടായിക്കാവിലച്ചി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മന്ത്രമൂർത്തികളും നിറഞ്ഞിരിക്കുന്ന അനുഭവം കൂടിയുണ്ട്. ചെങ്ങൽ ശ്രീകൃഷ്ണനുണ്ട്, ലോകനാഥനുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും എന്നെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സദസ്സോട് വിടയില്ല. ഇപ്പോഴും നിങ്ങളുടെ ഓരോരോ ആൾത്തരത്തിൻ്റെ കൂടി നിൽക്കാം. വരുന്നിരിക്കുന്ന അനുഭവത്തിൽ കൂടിക്കണ്ട് സന്തോഷിക്കേണ്ടതിരിക്കുന്ന അവസ്ഥ വരയ്ക്കും. അടിച്ച കാറ്റും മുറിച്ച വീലും ചോർന്ന മഞ്ഞും പെയ്ത പെരുപിടിയും 4 വസ്തുവഴി വിത്ത് വിളക്കടക്കം കള്ളലും കാളി കിട്ടുകളയാതെ കണ്ട് ഒന്ന് വിളിക്കുമ്പോൾ 9 കൂറ്റുകാട്ട് രക്ഷിക്കാം. ഓരോരോ കുടുംബത്തിനും നാഥയായിട്ട് ഞാൻ പ്രത്യക്ഷമാവാം. ഇപ്പോഴും അങ്ങനെ ചില സ്ഥാനമാനങ്ങളുണ്ട് അല്ലേ? കുളുശേഷത്തിൽ പടക്കപ്പെട്ട കമ്പടി. അതുകൊണ്ട് ചുറ്റുവാൻ തലച്ചിട്ട് ചെറുതുവാൻ ചിരീറ ഇടുവാൻ കടവട തൊടുവാൻ പൊൻകുറി ചാത്തുവാൻ പൊൻപെട്ട ഇരിപ്പാനാസനം പിടിപ്പാനായിടം അതൊക്കെ തന്നിട്ടുണ്ട്. എങ്കിലും തൊടുവാൻ പൊൻകുറി അല്ലേ എണ്ണമില്ലേ വേണം. ആദ്യത്തെ അനുഭവം ഇത്രവരൊക്കെ അധ്വാനിച്ചതിൻ്റെ ഫലമാണോ എന്ന് ചിന്തിക്കരുത്. അമ്മ തന്ന അമൃത്, ലോകമാതാവ് തരുന്നില്ലേ അമൃതകലശക്കാരൻ. അമ്മ എന്നെ മറന്നുപോയൊന്നുമില്ല. ഇല്ല, മറവി മനുഷ്യാതരത്തിലാണ് കൂടെ പുറത്തത്. ആധുനിക രീതി ആർഭാടമില്ലാതിരിക്കുന്ന കാലഘട്ടത്തും ഇവർ മറന്നില്ല. ഇനി എൻ്റെ അരികത്ത് എന്നെ മറന്നുപോകുന്നില്ല. അങ്ങനെ മറക്കില്ല കേട്ടോ. ഇതൊക്കെ ഉള്ളൂ, അധ്വാനത്തിൻ്റെ പ്രതിഫലമല്ല. ഇത് അപൂർവമാണ്, അമൂല്യമായിരിക്കുന്ന വസ്തു. കള്ളനും കാലിക്കും കൊടുക്കാതെ ഉണ്ട്. ഭദ്രമായി സൂക്ഷിച്ചോ, മുടക്കൊന്നുമില്ല. തിരുമുഖം നിർത്തിയിരിക്കുന്നു. 2 ജന്മാധികാരി. ഈ അധികാരത്തിൻ്റെ വില പറഞ്ഞറിയാൻ വേലി വിളിച്ചൊരു കാലികറ ഇടനിർത്താതേക്കുണ്ട്. ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യും. വലിയ പ്രേരപ്പെട്ടിരിക്കുന്ന കടലാടിമാരൊക്കെ മൺമറഞ്ഞു പോയെങ്കിലും ഉള്ള കരുക്കളെ കൊണ്ട് 64 കളത്തെങ്കിലും ഓറഞ്ചുകളെ കൊണ്ട് ശിഖരം പൊട്ടി. ബന്ധുക്കളെ കൊണ്ട് രോദനം ചെയ്യിപ്പിക്കാതെ, ശത്രുക്കളെ കൊണ്ട് കരകുട്ടി ചിന്തിപ്പിക്കാതെ കാര്യങ്ങൾ 9 കടലാടി. ചുരുക്കുകയേ ഉള്ളൂ. ഇതിപ്പം ഞാൻ തന്നെ ഇതിനധികം ആ തന്നിട്ടുണ്ടല്ലോ. സർവലോകനാഥനായിരിക്കുന്ന മഹാവിഷ്ണുവും ഈ പരാശക്തി ഇത് പിതാവും പൂർവികന്മാരും നടന്നിരിക്കുന്ന അഭിമാനത്തിൻ്റെ തെളിവാണ്. തിരുമുഖം നിർത്തിയിരിക്കുന്ന ആൾക്കാർ രേഖപഴക്കാതെ സൗന്ദര്യദേവതയായിരിക്കുന്ന ഈ കുഞ്ഞുമാക്കത്തിൻ്റെ മുഖം വർണ്ണനം ചെയ്തു. അത് രേഖപഴക്കാതെ ഇന്നും ചെയ്യാനുള്ള കഴിവും കരുത്തും ആ പച്ചക്കാട്ടിൽ കൂട്ടത്തമ്മയുടെ അനുഗ്രഹത്താൽ ചുടിഞ്ഞ ഭഗവതിയമ്മയുടെ അനുഗ്രഹത്താൽ തിരുമുടി സ്ഥാനത്തേതുകൊണ്ട് താൽക്കാലികമാണ്. ആർക്കും ഒന്നും ശാശ്വതമല്ല. എങ്കിലും ക്ഷേത്രകാവരിക്കുന്ന അനുഭവമുണ്ട്. ഇതിപ്പോൾ എൻ്റെ മക്കളുണ്ടാക്കിയിരിക്കുന്ന അവരുടെ സമർത്ഥതയും ആധുനിക രീതിയാണ്, പ്രൗഢിയാണ്. അത് ആത്മാർത്ഥതയുടെ പ്രത്യേകതയാണ് കാണുന്നത്. എട്ടില്ലത്തിലെ ഒരു സ്വർണ്ണപാത്രം, പളുങ്ക് പാത്രം. എട്ടില്ലമെന്നൊരു സ്വർണ്ണപാത്രത്തിൽ
തിളങ്ങുന്നൊരു നിധിയാണ്. ഒന്നാകൽ ലേഖസ്വരം, രണ്ടാകൽ ശിവശക്തി എങ്ങനെ ഇരിക്കുന്ന 21 ഗുരുക്കന്മാർ ലലാടമധ്യത്തിൽ ഉറപ്പിച്ച് 37 ദേവന്മാരുടേതായിരിക്കുന്ന തേരും തിരുപിടിയും ശിരസാൽ വഹിച്ച് വായിലെ ജിഹ കൊണ്ട് നാലക്ഷരം പൊഴിഞ്ഞ് സമർത്ഥമായിരിക്കുന്ന കാര്യം ചെയ്ത് പൂർവീകമായിരിക്കുന്ന തണ്ടിയും കൈയും കടത്തിരിക്കുന്ന കെട്ടിലത്ത് കടലാടിമാരുടേതായിരിക്കുന്ന അഭിമാനം കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളൊരു വിദ്വാൻ. സകലപതി ഗണവാതി നിൽക്കുന്ന അവസ്ഥയിൽ തേജസ്സോടുകൂടി ഇന്നും കണ്ടു. ഇന്നും കൈലാസവാസനും പാരമ്പര്യവും ജ്ഞാനം കൂട്ടിയെടുക്കാം. ഇത് ചുരുക്കമേയുള്ളൂ, കോന്തലൊക്കെ വെക്കാം. സംഗീതം വാദ്യം അതിവിടെ വെച്ചിട്ടുണ്ട്. അല്പസമയം ഇനിയുണ്ട് ലാടി, അല്പസമയമുണ്ട് കേട്ടോ. പരവാണമായിരിക്കും ജീവനാണ് വായു. പ്രാണന്നപാൻ സമാനം അങ്ങനെ 10 വാരിക്കുന്ന പ്രാണനെ കൊണ്ട് സപ്തസ്വരങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങൾ. സംഗീതം മതകരിയെന്നും ദുഃഖകണ്ടാറ് അങ്ങനെ ഇരിക്കുന്ന അനുഭവങ്ങൾ വിശേഷിക്കണ്ട എന്ന് കണ്ടാട്ട് അങ്ങനെ ചെയ്ത് എന്നെ സന്തോഷിപ്പത് പരമാർത്ഥമാണ്. സംഗീതം ഒരു കാലത്തും നിലക്കില്ല. സംഗീതം നിലച്ച സർവ്വതും പോയി. സംഗീത സാഹിത്യാദികളെ കൊണ്ടുള്ള ജീവിതം ഉത്തമം. ശീലക്കപ്പെടണം സർവഭവിഷ്യത്തിൽ. ഇനി ഏവർക്കും ഉള്ളതിരിക്കുന്നതിന് കേട്ടോ സങ്കല്പം. ഇനി അറങ്ങ് തൂവാൻ ബാക്കിയല്ല, അറങ്ങ് തൂവാൻ ബാക്കിയുള്ളവർ വരണേ. ദർപ്പണത്തിൽ കണ്ടിരിക്കുന്ന രേഖ പോലെ വാനുപാരഞ്ചലും വെവ്വേറെ കാണുമ്പോൾ അവിടെ ഇവിടെ എന്നുള്ള കാര്യത്തിൽ കണ്ടുവെക്കാം മാതാവ് അല്ലേ. കാക്ക പോലെ കറുത്തവളായിപ്പോയതാണ്. സൗന്ദര്യക്കുറവുണ്ടോ? സൂര്യബിംബം പ്രകാശിക്കും പ്രകാരത്തിൽ പ്രകാശരൂപിണി നിങ്ങൾക്ക് ഞാനൊന്ന് തന്നിട്ടുണ്ട്. ഇതൊന്ന് കെട്ടുപോക്കാണ് ദീപം. എൻ്റെ വെളിച്ചം കണ്ടിട്ടില്ല നിങ്ങൾ. ആ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. പായ്യാറും പടവാരത്തിലും മുൻപ് വിശേഷിച്ചത് മൂലമന്ത്രത്തിൻ്റെ അനുഭവമായിട്ട് ദർപ്പണത്തിൽ കണ്ടിരിക്കുന്ന രേഖ ഏത് പ്രകാരത്തിൽ കണ്ടുവെക്കാം. അടിച്ചോ.